രാഹുൽ ഗാന്ധി കാരണം 2 MP-മാരാണ് ഇന്നലെ ഹോസ്പിറ്റലിലായത്. ഒരു വനിതാ MP എനിക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയില്ല, അദ്ദേഹം എന്നെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ശരിക്കും പറഞ്ഞാൽ 3 MP-മാരാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയും അതിൽ 2 MP-മാർ നല്ല രീതിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. ഈ അഡ്മിറ്റ് ചെയ്യപ്പെട്ട 2 പ്രായമായ MP-മാരും പറയുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങളെ തള്ളിയിട്ടെന്നും തലയ്ക്ക് സാരമായി പരിക്കേറ്റുന്നു. അതേപോലെ തന്നെ വനിതാ MP പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്ത്രീയാണെന്ന പരിഗണന പോലും തനിക്ക് നൽകാതെ എന്നോട് മോശമായി പെരുമാറുകയും അതോടൊപ്പം തന്നെ ഒരു MP ആണെന്ന പരിഗണന പോലും തനിക്ക് നൽകിയില്ല എന്ന രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. എന്തു തന്നെയായാലും അവർ ഹോസ്പിറ്റലിൽ പോകാനോ മറ്റോ തയ്യാറായിട്ടില്ല. എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചാൽ അമിത് ഷായുടെ അംബേദ്കറെ തന്നെ ദൈവമായി കാണുന്നു, അതല്ലെങ്കിൽ റോൾ മോഡലായി കാണുന്നു എന്ന രീതിയിൽ മോശമായ അംബേദ്കറിനെ ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ തന്നെയായിരുന്നു അമിത് ഷായ്ക്കെതിരെയും BJP-ക്കെതിരെയും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായും പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. ഞാൻ അംബേദ്കർ എന്ന പേരെഴുതിയ ടീഷർട്ടും ഇട്ടായിരുന്നു ഇന്നലെ പ്രതിപക്ഷ MP-മാരൊക്കെയും തന്നെ പാർലമെന്റിലെത്തിയത്. എന്നാൽ അംബേദ്കറെ അപമാനിക്കുന്നു എന്ന രീതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി BJP-ക്കെതിരെ സമരം ചെയ്തപ്പോൾ BJP തിരിച്ചു ചോദിച്ച ചോദ്യങ്ങളും അങ്ങനെ തന്നെ. ഇത്രയും വർഷമായി കോൺഗ്രസ് ആയിരുന്നു അംബേദ്കറെ അപമാനിച്ചതെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത് ഇവരൊക്കെയും തന്നെയാണെന്നും ഞങ്ങൾ അംബേദ്കർക്കൊപ്പമാണ് നിലകൊണ്ടതെന്നും ഇന്നും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന രീതിയിലായിരുന്നു BJP-യുടെ നിലപാട്. അവസാനം പ്രശ്നങ്ങൾ കയ്യാങ്കളിയിൽ എത്തുകയും അതിനിടയ്ക്ക് തന്നെ 2 പേർക്ക് പരിക്ക് പറ്റി എന്ന രീതിയിൽ ഈ 2 MP-മാർ ഹോസ്പിറ്റലിൽ എത്തുകയും രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി ഉന്നയിക്കുകയുമായിരുന്നു ചെയ്തത്. അതിനിടയ്ക്ക് തന്നെ BJP MP കൂടിയായ ഒരു വനിതാ MP രാഹുൽ ഗാന്ധി തന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ലീഡറായ ഖാർഗെ തന്നെ BJP MP-മാർ തള്ളിയിട്ടു എന്ന രീതിയിൽ തന്റെ കാലിലേക്ക് സർജറി നടത്തിയത് കൊണ്ട് തന്നെ അത് തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന രീതിയിലായിരുന്നു അവരും പരാതിയുമായി മുന്നോട്ട് വന്നത്. എന്തു തന്നെയായാലും കേരള നിയമസഭയിൽ നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള ഉന്തും തള്ളും പരസ്പരം അടികൂടലും പഴിചാരലും ഒക്കെയും തന്നെ കണ്ടിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ അതിമാരകമായ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ കണ്ട നമുക്ക് ഇത് വലിയൊരു അത്ഭുതമായി തോന്നുന്നില്ല എങ്കിലും പാർലമെന്റിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വരും, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലൊക്കെയും തന്നെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. BJP-ക്കാർ തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എല്ലാവരും ചേർന്ന് ആദ്യമായി ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും BJP പറയുന്നത് ഞങ്ങളുടെ ഐശ്വര്യമാണ് രാഹുൽ ഗാന്ധി എന്നും, അതായത് രാഹുൽ ഗാന്ധി കാരണം മാത്രമാണ് കോൺഗ്രസ് ഉയർച്ചയിൽ എത്താത്തതെന്നും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇനിയും ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ ഭരണത്തിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടി വരില്ല എന്നും BJP പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഇവർ ആദ്യം ഭയക്കുന്നതും ആദ്യം വേട്ടയാടാൻ ശ്രമിക്കുന്നതും രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ഇവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്തു തന്നെ ആയാലും അംബേദ്കർ എന്ന ഇന്ത്യയുടെ കരുത്തുറ്റ ആ പ്രതിഭയെ ഒരു ആവശ്യവും ഇല്ലാതെ ഇതിലേക്ക് വലിച്ചിട്ടത് തീർച്ചയായിട്ടും BJP-ക്ക് നല്ലൊരു അടി തന്നെയാണ് അതിലൂടെ ലഭിച്ചിരിക്കുന്നത്. BJP-യെയും അമിത് ഷായെയും നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.